ശ്രീ ആഷിഖ് അബു ചേരുകയാണ്. ശ്രീ ആഷിഖ് അബു, സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ 4.5 വർഷമെടുത്ത് തയ്യാറാക്കിയ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്ന വേളയിൽ പോലും അതിലെ ഫൈൻഡിങ്സിനോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനൊക്കെ തയ്യാറെടുക്കുന്നതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ പേജും ഓരോ സ്ത്രീക്കും നേരിട്ട അനുഭവങ്ങളാണ്. ഒരേ രീതിയിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള സ്ത്രീകളും ഉണ്ടാകാം. താങ്കൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഇതുവരെ ബോധ്യപ്പെട്ടതിൽ നിന്ന് അടിയന്തരമായി സർക്കാർ ഇടപെടൽ വേണ്ട ഇടങ്ങൾ താങ്കളും കാണുന്നില്ല ശ്രീ ആഷിഖ് അബു? ഉറപ്പായിട്ടും കാണുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾക്കും നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ വ്യക്തമായ ഒരു ചിത്രം ഈ റിപ്പോർട്ടിലൂടെ കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് സത്യത്തിൽ പൊതുസമൂഹത്തിൽ എത്ര ധാരണ ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങളായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് ഒരു വലിയ ഇൻഡസ്ട്രി ആണെന്നുള്ളതും ഇതൊരു വർക്ക് പ്ലേസ് ആണെന്നുള്ളതും അവിടെ തൊഴിൽപരമായിട്ടുള്ള ലിംഗ വിവേചനപരമായിട്ടുള്ള ക്ലാസ് വ്യത്യാസങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതും ഇത് എനിക്ക് തോന്നുന്നത് WCC വിഷയമെടുത്ത് ഇത്ര ശക്തമായിട്ട് ഉയർത്തിയപ്പോഴാണ് അത് നമ്മുടെ പൊതുസമൂഹത്തിന് അത്ര ഗൗരവമായി തോന്നിയത്. ഇത് ഒരുപാട് നാളുകളായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇതിൽ സർക്കാർ ഇടപെടൽ, അത് ഗവൺമെന്റ് ബോഡി ഇതിനകത്ത് ഇടപെടണമെന്നും ഇതിനെ സ്ട്രീം ലൈൻ ചെയ്യണമെന്നും ഇപ്പോൾ നമുക്ക് തൊഴിലാളി സംഘടനകൾ സമരമുണ്ടാക്കി വന്ന ഈ ഫെസ്ക അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇവിടെ സമരം ചെയ്തു വന്ന സംഘടനകളാണ്. WCC എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും സമരത്തിലാണ്. അപ്പോ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടക്കാനുള്ള അത്തരം ഒരു ആലോചനയും കൃത്യമായിട്ടുള്ള സ്ട്രീം ലൈനിങ്ങും നടത്താനുള്ള ഒരു അവസരമായിട്ടാണ് അത് സർക്കാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഇവിടെ നോക്കൂ, ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഹിയറിംഗിന് എത്തുന്നതിൽ നിന്ന് ഡാൻസേഴ്സിനെ അടക്കം വിലക്കിയിട്ടുണ്ട്. 1-2 പേർ വന്നു, പക്ഷേ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കമ്മിറ്റി അത് പറയുന്നുണ്ട്. സർട്ടൺ കാറ്റഗറി ഓഫ് വിമൻ ഇൻ സിനിമ റിലക്റ്റന്റ് ടു സ്പീക്ക്. കമ്മിറ്റി WCC എന്ന സംഘടനയെക്കുറിച്ചല്ല, ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന 30 മേഖലകളിലുള്ള സ്ത്രീകളോടാണ്. നടിമാരോട് മാത്രമല്ല, ആക്ട്രസ്, പ്രൊഡ്യൂസർ, ജൂനിയർ ആർട്ടിസ്റ്റ്, ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, അസോസിയേറ്റ് ഡയറക്ടർ, കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് തുടങ്ങി അക്കാഡമിഷ്യൻസ് വരെയുള്ള 30 കാറ്റഗറിയിലെ സ്ത്രീകളെയാണ് ഇക്കാര്യങ്ങളിൽ വിവരങ്ങൾ തേടി കമ്മിറ്റി സമീപിച്ചത്. പക്ഷേ ചില മേഖലയിലുള്ള ആളുകൾ അവരോട് സിനിമയിലുള്ള എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവർക്ക് മേൽ ഉണ്ടായിരുന്നു എന്നുകൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ വന്നു പറഞ്ഞവർ അത്രയും ധൈര്യത്തോടെ പറഞ്ഞവരാണ് സ്വകാര്യത മാനിക്കണമെന്ന് പറയുന്നു. സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നതും. ഒരു വാട്സാപ്പ് ചാറ്റ് പോലും പുറത്തുവിട്ടിട്ടില്ല. സൂചനകളിൽ നിന്ന് കൃത്യമായി നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് താനും. അങ്ങനെയല്ലേ ശ്രീ ആഷിഖ് അബു? തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ജനം നല്ല ബുദ്ധിയുള്ളവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനം ഇത് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് WCC പോലുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റേ പൊതുജനവും സർക്കാരുകളും ഒക്കെ അവരെ പിന്തുണച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ പ്രസക്തി കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സർക്കാരുകളും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് മറ്റൊരു പോയിന്റ് ഇതിനകത്ത് പറയാനുള്ളത്, ഇത് മുതലാളിമാർ എന്ന് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് സിനിമ. അത്രത്തോളം ക്യാപിറ്റൽ ആയിട്ടുള്ള മൂലധനത്തെ അത്രയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ്. പിന്നീട് വന്ന നമ്മൾ ജനാധിപത്യമൊക്കെ വേറെ ഒരുപാട് തരങ്ങളിൽ ഫേസ് ചെയ്തെങ്കിലും ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം സിനിമയ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റം സ്ട്രീം ലൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ വലിയ മാറ്റം നമ്മുടെ സിനിമയുടെ വർക്കിംഗ് കൾച്ചറിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വലിയ വ്യത്യാസങ്ങൾ കാണാനുണ്ട്. പക്ഷെ ഇനിയും മാറാനുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള സർക്കാർ ഇടപെടലാണ് ഇനി ആവശ്യമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അത് അവർ ചെയ്യുന്നു തന്നെയാണ് എന്റെ വിശ്വാസം ഉറച്ചത്. താങ്കൾ ഒരു സിനിമയുടെ നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ നടുനായകത്വം വഹിക്കുന്ന ഒരു ജോലിയാണല്ലോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൽ താങ്കളുടെ പ്രാവീണ്യം പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ച ഒരാളെന്ന നിലയിൽ ചോദിച്ചോട്ടെ, താങ്കൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്, അതുപോലെ തന്നെ ടാഗുകളുണ്ട്. മീ ടു ടാഗ് ഇട്ട് കൊടുക്കുന്നു, പ്രോബ്ലം മേക്കർ ടാഗ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ടാഗുകളുമായി ചില ആളുകളെ വിളിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ എനിക്ക് തോന്നുന്നത് എന്റെ തലമുറയിൽപ്പെട്ട
ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഈ സ്വന്തം വർക്ക് സ്പേസുകളെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള കാര്യമാണ്. ഇങ്ങനെ ജനാധിപത്യവൽക്കരിക്കുന്ന സമയത്താണ് നമുക്ക് കുറെ കാര്യങ്ങളെ ഇതിനെ കുറച്ചൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുക. അപ്പൊ ഞങ്ങൾ ആരും തന്നെ എന്റെ തലമുറയിൽപ്പെട്ട ഒരു സിനിമാ സെറ്റിലും ഇത്തരം കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം തലമുറ മാറ്റം ആദ്യമായി സംഭവിച്ച ഒരു 10 വർഷവും കൂടിയാണ് കടന്നുപോയത്. അപ്പൊ കുറെയൊക്കെ വ്യത്യാസങ്ങൾ അതിന് വന്നിട്ടുണ്ട്. ഈ മൂലധനത്തിന്റെ വലിയ രീതിയിലുള്ള സ്വാധീനം, പണമുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള സ്വാധീനം ഇത്തരം ഗ്ലാമർ ഇൻഡസ്ട്രിയെ എപ്പോഴും ഭീഷണിയാണ് അതിന്. അപ്പോൾ അതിന് ഏക പരിഹാരം കൃത്യമായിട്ടുള്ള സർക്കാർ സ്ട്രീം ലൈനിങ് ആണ്. ലീഗലി സ്ട്രീം ലൈനിങ്ങും ഈ അരക്ഷിതാവസ്ഥയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധൈര്യം കൊടുക്കാനുള്ള പ്രവൃത്തികളുമാണ്. അസംഘടിതരായിട്ടുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പൊ സംഘടിതരായിട്ടുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ തൊഴിലാളി സംഘടനകളുണ്ട്. പക്ഷെ അത്തരം സംഘടനകളിൽ പെടാത്ത ആളുകളെ വ്യക്തിഗതരായ അവസ്ഥയിൽ നിന്ന് സർക്കാരാണ് സംരക്ഷിക്കേണ്ടത്, അതിന്റെ ഉറപ്പ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു സെറ്റിൽ ഞാൻ ഈ ഇതിലെ മറ്റു വിവരങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ച് പോകണമെന്നല്ലോ. ഒരു സെറ്റിൽ ബേസിക് ആയിട്ട് വേണ്ട, അതായത് ബേസിക് അമ്യൂണിറ്റീസ് നമ്മൾ ഒരുക്കണമെന്ന് പറയുമല്ലോ. ഒരു ശുചിമുറി, വസ്ത്രം മാറാനുള്ള സംവിധാനം, കാരവൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പലരും കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ളത് ഈ മൊഴി നൽകിയ ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഒരു അൺഅവോയ്ഡബിൾ ഫെസിലിറ്റി ആണല്ലോ ഈ ടോയ്ലറ്റ്, ചേഞ്ചിങ് റൂം എന്നൊക്കെ പറയുന്നത്. അതുപോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്രീ ആഷിഖ് അബു, താങ്കൾ സിനിമ ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള സമയത്താണ് ഈ മൊഴികളൊക്കെ വരുന്നത്. അതുകൊണ്ട് താങ്കളുടെ സെറ്റിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് ഉറപ്പാക്കാൻ താങ്കൾക്ക് മുൻകൈ എടുത്തുകൂടെ, സ്ത്രീകൾക്കൊപ്പം ഈ പോരാട്ടത്തിനൊപ്പം നിന്ന ഒരാളെന്ന നിലയിൽ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ICC രൂപീകരിക്കണമെന്ന് ഉത്തരവ് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സിനിമയിൽ ICC രൂപീകരിച്ചു. ഇതൊക്കെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചത് ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇതൊക്കെ ഒരു സെറ്റിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് താങ്കളെ പോലെയുള്ള സംവിധായകരടക്കമുള്ള ആളുകളാണല്ലോ. ഉറപ്പായിട്ടും അങ്ങനെ ഞങ്ങളുടെ സെറ്റുകളിലൊന്നും അത്തരം ഒരു പരാതി ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മളെല്ലാവരും മനുഷ്യരായി കാണാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഫെസിലിറ്റികൾ ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. അതൊരു ഒരു പ്രത്യേക ആനുകൂല്യം പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേക ആനുകൂല്യമല്ല, അത് ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. ഈ സെക്ഷൽ ഹരാസ്മെന്റ്, അസോൾട്ട്, അബ്യൂസ്, കാസ്റ്റിംഗ് കൗച്ച്, അതോടൊപ്പം തന്നെ ശ്രീ ആഷിഖ് അബു ഈ കാസ്റ്റിംഗ് കൗച്ചിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ടിനൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് സിനിമാ സെറ്റിലെ മദ്യവും മയക്കുമരുന്നുമൊക്കെ. എന്തും അടിച്ച് കിറുങ്ങി സെറ്റിൽ വന്ന സ്ത്രീകളെ എന്തും പറയാം, ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പല സ്ത്രീകളും മൊഴി നൽകിയത്. അതും ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ആഷിഖ് അബു. പ്രോഗ്രസീവായ ഒരു സ്റ്റാൻഡാണ് താങ്കൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഈ റിപ്പോർട്ടിന്മേലും താങ്കൾ ആവർത്തിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കപ്പോൾ